നീ എന്താ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരുന്നത്? ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു നേരത്തെ എന്താ കർത്താവ് ഇതിന്റെ സാന്നിധ്യം അറിയിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്ന മർത്ത നമ്മളിൽ ഒരാളാണ്. വീടിന്റെ മുറ്റത്ത് കുടുംബത്തിന്റെ ആശ്രയവും അഭയവും അത്താണിയുമായവന്റെ, കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരം ചേതനയറ്റ് ഒരുക്കി നമ്മളിങ്ങനെ കിടത്തിയിരിക്കുന്ന ഒരു നേരത്ത് പുരോഹിതൻ ചൊല്ലിത്തരും, സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉടനെ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എപ്പോഴായി വിശ്വാസം ചെല്ലുന്നത്? മരണത്തിന്റെ മുമ്പിൽ. ജീവിതത്തിന്റെ കുടുംബത്തിന്റെ അത്താണിയായ കൂടപ്പുറപ്പ് ചേതനയറ്റ ഉടലായി 4 ദിവസമായി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോ അതിന്റെ പുറത്തുനിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പലരുടെയും സങ്കടമല്ലേ അത്? കർത്താവ്, എന്തോരം ഞാൻ നിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തു, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്തു, പള്ളിക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടിയൊക്കെ സമയം മാറ്റിവെച്ചു, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ടും എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ കർത്താവേ ഉത്തരം കിട്ടാത്തത്? നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല, കർത്താവിന് ഉത്തരമില്ല എന്നല്ല. മറിച്ച് നീ ചോദിച്ചതിനും പ്രാർത്ഥിച്ചതിനും അപ്പുറത്ത് ഉപരിയായ ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ഉത്തരം ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. കാരണം എന്താ? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്.